അമിത്ഷാ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തെ തുടക്കം മുതൽ തന്നെ രാജ്യം അറിഞ്ഞു തുടങ്ങിയത് ഗുജറാത്ത് കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ എന്നുള്ള നിലയിലായിരുന്നു. അന്ന് അദ്ദേഹം ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സഹമന്ത്രിയൊക്കെ ആയിരുന്നു. അതുവഴി നേടിയ മികവാണ് നരേന്ദ്രമോദി കൂടെ തന്നെ കൂട്ടി ഇതുവരെ എത്തിച്ചത് എന്ന് പറയുന്നവരാണ് ഏറെയും. പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ ഏതു വഴിയും സ്വീകരിക്കുന്ന അമിത്ഷാ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയാണ്. കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഏറെ സ്വാധീനമുള്ള ദക്ഷിണേന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് ഉപരാഷ്ട്രപതിയെ വരെ തമിഴ്നാട്ടുകാരനാക്കി മാറ്റിയത്. എന്നാൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സുദർശൻ റെഡ്ഡിയെ അദ്ദേഹത്തിന്റെ വിധി പരാമർശിച്ചുകൊണ്ട് താഴ്ത്തിക്കെട്ടാൻ നോക്കിയത് ഇപ്പോൾ തിരിഞ്ഞുകൊത്തുകയാണ്. സുദർശൻ റെഡ്ഡി ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാണ്. സുപ്രീം കോടതിയിലെ ജസ്റ്റിസായിരുന്ന റെഡ്ഡിയെ വിമർശിക്കാനൊന്നും കലാപക്കേസിൽ പ്രതിയായിരുന്ന അമിത്ഷാ ആയിട്ടില്ല എന്ന അഭിപ്രായമാണ് രാജ്യത്ത് പലരുടെയും ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശം വളരെ മോശമായി പോയി എന്ന നിലപാടിലാണ് നിയമവിദഗ്ധർ എത്തിയിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അമിത്ഷാ പറഞ്ഞതെന്നും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ പ്രചരണം മാന്യമായിരിക്കണമെന്നും നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമിത്ഷായ്ക്ക്. തന്റെ വിധി വായിക്കാതെയാണ് അമിത്ഷാ സംസാരിച്ചത് എന്ന് സുദർശൻ റെഡ്ഡിയും പറഞ്ഞതോടെ അമിത്ഷാ വെട്ടിലായി. കേരളത്തിൽ വെച്ചാണ് സുദർശൻ റെഡ്ഡിക്കെതിരെ അമിത്ഷാ സംസാരിച്ചത്. അതായത് സൽവാ ജുദൂം എന്ന ഒരു വിങ്ങിന്റെ പ്രവർത്തനം റദ്ദാക്കി ഉത്തരവിട്ട കാര്യം വളരെ മോശമായി പോയി എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ആ വിധി ഇല്ലായിരുന്നുവെങ്കിൽ 5 വർഷം മുൻപേ തന്നെ നക്സലിസം പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നുവെന്നും നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് റെഡ്ഡി വിധി പ്രസ്താവിച്ചതെന്നും അമിത്ഷാ പറയുകയായിരുന്നു. ഇതോടെയാണ് ജഡ്ജിമാരും നിയമവിദഗ്ധരും എല്ലാം ഒന്നിച്ചു നിന്ന് അമിത്ഷായ്ക്കെതിരെ തുറന്നടിച്ചത്. കാരണം അമിത്ഷാ പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധിയെയാണ്. സുപ്രീം കോടതിക്ക് പോലും പുല്ലുവില നൽകുന്നതാണ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ശീലം എന്നുള്ളത്. അമിത്ഷായ്ക്കെതിരെ പ്രമുഖ ജഡ്ജിമാർ ചേർന്ന് പ്രസ്താവനയിൽ ഒപ്പുവെച്ചു. 7 മുൻ സുപ്രീം കോടതി ജഡ്ജിമാർ, 3 മുൻ ഹൈക്കോടതി ജഡ്ജിമാർ, 8 ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാർ, 2 നിയമവിദഗ്ധർ എന്നിവരാണ് അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് എ കെ പട്നായിക്, ഗോപാൽ ഗൌഡ, കുര്യൻ ജോസഫ്, മദൻ ബി ലോക്കൂർ, ജെ ചലമേശ്വർ, എസ് മുരളീധരൻ, ചന്ദ്രു, പ്രൊഫസർ മോഹൻ ഗോപാൽ, സഞ്ജയ് ഹെഗ്ഡെ തുടങ്ങിയ പ്രമുഖരെല്ലാം ഈ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതോടെ അമിത്ഷാ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് ആ സംഘത്തിനെതിരെ ഹർജി കോടതിയിലെത്തുകയും സൽവാ ജുദൂം പിരിച്ചുവിടാൻ 2011 സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തത്. സുദർശൻ റെഡ്ഡി, എസ് നജ്ജാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു ഈ ഉത്തരവ്. അത് കോടതിയുടെ ഉത്തരവായിരുന്നു. അത് ഒരാൾ വ്യക്തിപരമായി എടുത്തത് എന്ന തരത്തിലാണ് അമിത്ഷാ സംസാരിച്ചത്. അതായത് സുപ്രീം കോടതിയെ വിമർശിച്ചുകൊണ്ട് അതിനെ താഴ്ത്തിക്കെട്ടാനായിരുന്നു അമിത്ഷായുടെ ശ്രമം. അതായത് സുപ്രീം കോടതിയെ വിമർശിക്കാൻ ഇപ്പോഴും മടിയില്ലാത്തൊരു ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ എന്ന് പറയുന്നത്. ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ അമിത്ഷാ നടത്തിയ പ്രസ്താവന പൂർണ്ണമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതാണ് എന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മുൻ ജഡ്ജിമാരും നിയമവിദഗ്ധരും അമിത്ഷായ്ക്കെതിരെ രംഗത്ത് വന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. നിർഭാഗ്യകരമായ പ്രസ്താവനയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും സുപ്രീം കോടതി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്ന അമിത്ഷാ എന്ത് ആഭ്യന്തരമന്ത്രിയാണെന്നുമുള്ള അഭിപ്രായമാണ് ഉയരുന്നത്. സുപ്രീം കോടതിയോ ജഡ്ജിമാർക്കോ അവരുടെ ഉത്തരവുകൾക്കും ബഹുമാനം നൽകാത്ത ഒരു ആഭ്യന്തരമന്ത്രി എന്ന പേരുകൂടി ഇതോടെ സമ്പാദിച്ചിരിക്കുകയാണ് അമിത്ഷാ.